സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കല്യാണങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ മാറ്റിവെക്കപ്പെടുന്നുണ്ട്. കാരണം അനുയോജ്യമായ രീതിയിൽ കല്യാണ ബെഡ്റൂമുകൾ നിർമ്മിച്ച് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നിരവധി കസ്റ്റമറെ ഞാൻ ഇത്തരത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. ഇനിയൊരു പെൺകുട്ടിയുടെ കല്യാണവും നീണ്ടുപോകരുത് കല്യാണ ബെഡ്റൂം ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ കാത്തിരുന്ന വീഡിയോ ആണ് ഇത്. തീർച്ചയായും ഇത് ഇതുപോലെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. ഈ വീഡിയോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് കല്യാണ ബെഡ്റൂമാണ്. ബഡ്ജറ്റിലാണ് ഒരുക്കേണ്ടതെങ്കിൽ തീർച്ചയായും നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടതെന്നുള്ളത്. സമയമുണ്ട് എങ്കിൽ നമുക്ക് തന്നെ ഒരു ബെഡ്റൂം നിർമ്മിക്കാവുന്നതാണ്. ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു കല്യാണ ബെഡ്റൂമിൽ ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ളത് ഫർണിച്ചറുകളാണ്. ബഡ്ജറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മരം കൊണ്ടുള്ള ഫർണിച്ചറുകളാണ് ഏറ്റവും നല്ലത്. ആ മരം കൊണ്ടുള്ള ഫർണിച്ചർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉണങ്ങിയ മരമാണ് എന്ന് 100% ഉറപ്പുവരുത്തിയ ഏത് മരവും നമുക്ക് ഫർണിച്ചറുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നിലവിലെ മാർക്കറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ഫർണിച്ചറാണ് അക്കീഷ്യ വുഡിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ. അതിൽ നിന്നും കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പോവാം നമുക്ക് തേക്ക് മരം കൊണ്ടുള്ള ഫർണിച്ചറുകളിൽ. ഏകദേശം 70,000 രൂപ മുതൽ 80,000 രൂപ വരെ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കീഷ്യ രൂപത്തിലുള്ള നല്ല രീതിയിലുള്ള ഫർണിച്ചറുകൾ സെറ്റ് അടക്കം കിട്ടും. അതിലുൾപ്പെടുന്ന കാര്യങ്ങൾ അലമാര, ഡ്രസ്സിംഗ് യൂണിറ്റ്, കട്ടില്, കിടക്ക, സോഫ, ബെഡിന്റെ 2 സൈഡിൽ വെക്കുന്ന കോട്ട് ബോക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് പരമാവധി കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ സഹായിക്കും. ഇതെൻ്റെ വാക്കാണ്. ബെസ്റ്റ് ആയിട്ടുള്ള മരം കൊണ്ട് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ കേരളത്തിൽ എവിടെയും ഡെലിവറി കൊടുക്കാൻ ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറയാനുണ്ടായ സാഹചര്യം. ഫർണിച്ചറുകൾക്ക് ശേഷം ഒരു ബെഡ്റൂമിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മറ്റൊരു സംഭവമാണ് ഈ ബെഡ്റൂം ഒന്ന് മോടി പിടിപ്പിക്കുക എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വാള് ചുറ്റും അതിൽ മൊത്തത്തിൽ പുട്ടി വിത്ത് പെയിന്റ് കൊണ്ട് നമുക്കൊരു പെയിന്റിങ് ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ വാള് മനോഹരമാക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ജിപ്സം കൊണ്ടുള്ള സീലിംഗ് ആണ്. അത് സീലിംഗ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. എന്നാലും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് ജിപ്സം കൊണ്ടുള്ള സീലിംഗ് ആണ്. അത് നമുക്ക് ബഡ്ജറ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേവലം 4 സൈഡ് ചുമരിൻ്റെ 4 സൈഡിൽ ബൾക്കറ്റ് പോലുള്ള ഡിസൈൻ കൊണ്ട് മാത്രം കൊടുത്ത് ആ ഒരു സീലിങ്ങിൻ്റെ സെൻട്രോ പോർഷൻ പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ജിപ്സം സീലിംഗ് ചെയ്ത ആ ഒരു ഫീലാണ് ടോട്ടലി കിട്ടുക. 4 സൈഡ് ബൾക്കറ്റ് മാത്രം കൊടുക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് ആ ബൾക്കറ്റിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു സെമി ബേസ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സീലിംഗ് സ്ട്രക്ചർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടത് ഒരു ജിപ്സം സീലിംഗ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് വീട് സന്ദർശിപ്പിക്കുക, അവരോട് കൊട്ടേഷൻ എത്രയാണെന്ന് ചോദിക്കുക, വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യിപ്പിക്കുക. ആ ഒരു പ്രശ്നം അവിടെ തീരുന്നു. ശേഷം നമുക്ക് വേണ്ടത് പാനലിംഗ് ആണ്. പാനലിംഗ് നിങ്ങൾക്ക് ഇതുപോലെ വിൻഡോ പാനലിംഗ്, അതുപോലെ തന്നെ ഡോർ പാനലിംഗ്, ബാത്റൂം പാനലിംഗ് കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ വഴി തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു കാര്യം കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന AC ആണ്. ബഡ്ജറ്റായിട്ടുള്ള AC ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് LGയുടെ AC ആണ്. അത് ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷനല്ല, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസിലാണ് LGയുടെ പേര് പറയുന്നത്. ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു റൂമിലേക്ക് നമുക്ക് 1 ton AC മതിയാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിൻഡോ കേർട്ടനുകളാണ്. മാർക്കറ്റിൽ ഇന്ന് പല രീതിയിലുള്ള കർട്ടനുകൾ അവൈലബിൾ ആണ്. അതിലേറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് സീബ്ര ബ്ലൈൻഡ്സ് എന്ന് പറയുന്നത്. അതായത് വിൻഡോയുടെ ഇൻസൈഡ് അളവെടുത്തതിന് ശേഷം താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ നിരക്കിൽ കേരളത്തിൽ എവിടെയും ഡെലിവറി ഞങ്ങൾ ചെയ്തു തരും. അത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അത് ഞാൻ പറയാനുണ്ടായ കാരണം ഇത് എൻ്റെ പ്രൊമോഷനായിട്ട് പറയുന്നില്ല, നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 100% ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി തരും. ഇതുപോലെ വിൻഡോ ബ്ലൈൻഡ്സ് ഇനി എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് സംശയമുണ്ടെങ്കിൽ ദയവായി ഈ ചാനലിലുള്ള വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളായി കഴിയുമ്പോഴേക്ക് നമുക്ക് ബെഡ്റൂമിന് വേണ്ടിയിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ റെഡിയാവും.
ഇനി നമുക്ക് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ബെഡ്റൂം പിന്നെയും മോടി പിടിപ്പിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ഫോട്ടോ ഫ്രെയിം പോലുള്ള അല്ലെങ്കിൽ വാട്ടർ ഫ്ലവർ വേസ് പോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. മോടി പിടിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ പൈസയൊക്കെ ഇന്ന് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയകളിലൊക്കെ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൈസക്ക് നല്ല രീതിയിൽ എലഗൻ്റ് ലുക്ക് കിട്ടുന്ന പല കരകൗശല വസ്തുക്കളും നമുക്കിന്ന് ലഭ്യമാണ്. ആവശ്യാനുസരണം അതൊക്കെ ബെഡ്റൂമിൽ അതിൻ്റെതായ രീതിയിൽ യൂട്യൂബ് നോക്കിയിട്ടോ അതിൻ്റെ രീതിയിൽ സെർച്ച് ചെയ്തുകൊണ്ട് പിടിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഒരുക്കിയെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സമയം ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 100% നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കും മുഴുവനായിട്ട് നമുക്ക് ബെഡ്റൂം ഒരുക്കാൻ സാധിക്കുക. ഇന്നത്തെ ഈ ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇത് കാണാൻ ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ പറയാം നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഈ ചാനൽ വഴി ഞങ്ങൾ ഇടയ്ക്കിടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഉടനെ ഞാൻ വരും. എൻ്റെ പേര് ഫിറോസ് മുഹമ്മദ്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.